ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ഹൃദയപൂർവം. അന്താരാഷ്ട്ര പേയ്മെന്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യം ഖത്തർ. 8ാമത്തെ രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് കോൾഡ് ഡെസേർട്ട് ആണ്. ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് കോൾഡ് ഡെസേർട്ട്, ഹിമാചൽ പ്രദേശ്. 2025 ലോക ടൂറിസം ദിന പ്രമേയം ടൂറിസവും സുസ്ഥിര പരിവർത്തനവും. ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27. ആകെ റംസാർ സൈറ്റുകൾ നിലവിൽ 93 ഉണ്ടായിരുന്നു. നിലവിൽ 93. ആകെ റംസാർ സൈറ്റുകൾ എന്ന് പറയുമ്പോൾ നിലവിൽ 93. പുതിയ റംസാർ സൈറ്റുകൾ കൂട്ടിച്ചേർത്തത് ഗോകുൽ റിസർവോയർ ബീഹാറിലുള്ളത് തന്നെയാണ്. പുതിയതായി വന്ന 2 ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും ഗോകുൽ റിസർവോയറും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? PV ആശയാണ്. നിലവിൽ PV ആശയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ തുമ്പി വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോഫാനസ് ആണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അതിൽ 2 നമുക്ക് ചേർക്കും. കേരളത്തിലെ ആയതുകൊണ്ട് കേരളാൻസിസും വരും, സഹ്യാഡ്രിയൻസിസും വരും. ഇൻഡോഫാനസ് കേരളാൻസിസും ഇൻഡോഫാനസ് സഹ്യാഡ്രിയൻസിസുമാണ് 2 തുമ്പി വർഗ്ഗങ്ങളാണ് കേട്ടോ. ഈ സിസ് ഒക്കെ അവസാനിക്കുന്നത് തുമ്പി വർഗ്ഗങ്ങളാണെന്ന് ആലോചിച്ച് വെച്ചോളൂ. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത്. BCCIയുടെ പുതിയ പ്രസിഡന്റ് മിഥുൻ മൻഹാസ് ആണ്. മുഖ്യമന്ത്രിയുമായി പൊതുജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതി CM വിത്ത് മീ. ഏഷ്യ കപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. 9ാമത്തെ തവണയാണ് നമ്മുടെ ഇന്ത്യക്ക് ഇത് നേടാൻ കഴിയുന്നത്. ഏഷ്യ കപ്പ് കിരീടത്തിലെ പ്ലെയർ ഓഫ് മാച്ച് ആരാണ്? തിലക് വർമ്മയാണ്. ഏഷ്യ കപ്പ് കിരീടത്തിലെ പ്ലെയർ ഓഫ് മാച്ച് തിലക് വർമ്മയാണ്. ഏഷ്യ കപ്പ് കിരീടത്തിലെ പ്ലെയർ ഓഫ് ടൂർണമെന്റ് അഭിഷേക് ശർമ്മയാണ്. മാച്ച് തിലകും, അതുപോലെ തന്നെ നമുക്ക് തിലകം നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് പറയില്ലേ, തിലക് മാച്ച്. ടൂർണമെന്റ് അഭിഷേക്. ടൂർണമെന്റ് ഒക്കെ നല്ല അഭിഷേകമായിരിക്കും എന്ന് പറയില്ല, അപ്പൊ ടൂർണമെന്റ് അഭിഷേകമാണ്. അടുത്തത്, വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള ഓപ്പറേഷനാണ് വനരക്ഷ. വനവകുപ്പിൽ വനരക്ഷ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. ലോകത്തെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം. 64ാമത് കേരള സ്കൂൾ കലോത്സവം വേദി തൃശ്ശൂര്. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായയാണ്. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് തിരികെയും കൂടെയും. തിരികെ കൂടെ വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ. കേരള വാർഡ് വിഭജന ഡീലിമിറ്റേഷൻ ചെയർമാൻ A. ഷാജഹാൻ. ക്യൂഫീൽഡ് ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാർഡ് വിഭജനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്യൂഫീൽഡ്. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ജർമ്മനിയിലുള്ള ജൂപ്പിറ്റർ ആണ്. ജൂപ്പിറ്റർ. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡി-ഡാഡ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. അന്തരീക്ഷത്തിലെ സ്ഥിരവാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. 2024 ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. എന്നാൽ 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ്. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ.
സംസ്ഥാന വയോജന കമ്മീഷൻ നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19. മാർച്ച് 19 വയോജന കമ്മീഷൻ നിയമസഭ പാസാക്കിയത് എന്ന് ആലോചിച്ച് വെച്ചോളൂ. 62ാമത് ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ആന്ധ്രാപ്രദേശാണ്. 62 ആന്ധ്രാപ്രദേശാണ് ചെസ്. സീറോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണ സീറോ. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സേഫ്. അവർക്ക് സേഫ് ആയിട്ട് ഇരിക്കണം അല്ലെ. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. ഏത് സംസ്ഥാനത്താണ് സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം 9 മണിക്കൂറിൽ നിന്ന് 10 മണിക്കൂറായി ഉയർത്തിയത്? ആന്ധ്രാപ്രദേശിലാണ്. 9 മണിക്കൂറിൽ നിന്ന് 10 മണിക്കൂറായി ഉയർത്തിയത്. അപ്പൊ താങ്ക് യു സോ മച്ച്.